10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിന് 10 വർഷത്തെ പീഡനം അനുഭവിച്ച കോൺഗ്രസ് പ്രവർത്തകർ, ലിറ്ററലി പീഡനമായിരുന്നു 10 വർഷം പിണറായിയുടെ പോലീസിൻ്റെ പീഡനം. ശ്രീ വി ഡി സതീശൻ ഒന്നും മറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷ നിലനിൽക്കുന്നത്. 2 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭരണം, അവരല്ല ഭരിക്കേണ്ടത്. കേരളം ഭരിക്കേണ്ടത് സംസ്ഥാനം തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്. ഉദ്യോഗസ്ഥർ കേവലം അവരുടെ ഉദ്യോഗം ചെയ്യുക മാത്രമാണ് ആവശ്യം. ഇവിടുന്ന് ആജ്ഞാപിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു. കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് യഥാർത്ഥമായ ഭരണം. ഒരു സർക്കാരിൻ്റെ ചുമതല, ആ ചുമതല ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് ചെയ്യുക, അത് സത്യസന്ധമായും നീതിപൂർവമായും ചെയ്യുക. പിന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചൊളിവിൽ കയറിക്കൂടിയ ഉദ്യോഗസ്ഥരുണ്ട്. പാർട്ടി സംവിധാനത്തിൻ്റെ പുറകിലൂടെ കയറിക്കൂടിയ, PSCയെ പറ്റിച്ച് കയറിക്കൂടിയ ഇവർക്കൊക്കെ എതിരെ ആക്ഷൻ തീർച്ചയായിട്ടും എടുക്കണം. കാരണം കേരളത്തിൻ്റെ ഖജനാവ് കാലിയാക്കുന്ന ഒരു വലിയ കൂട്ടമാണ് ഈ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് വി ഡി സതീശൻ ആ കാര്യത്തിലും ശ്രദ്ധ വിചാരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പുറംവാതിൽ വഴി വന്ന നിയമനങ്ങൾ, അതിന് വി ഡി സതീശനിൽ നിന്ന് ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ട്. പിരിച്ചുവിടണം, എല്ലാത്തിനെയും അർഹമായവരെ തിരിച്ചു വിളിക്കണം. തഴയപ്പെട്ട PSC ലിസ്റ്റുകൾ പുനഃപരിശോധിക്കണം. അപ്പോൾ കേരളം ഒരു പുത്തൻ ഉണർവിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആശാ വർക്കറുടെ ശമ്പളം വർദ്ധിപ്പിക്കണം. അവരാണ് യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നവർ. വീടാന്തരം കയറി ഇറങ്ങി ഓരോ പണിയും ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അവരാണ് പണി ചെയ്യുന്നത്. അവരെ പുനരുദ്ധരിക്കണം, അവർക്ക് ചെവി കൊടുക്കണം. അതുപോലെ പാവപ്പെട്ടവൻ്റെ സർക്കാരായി നിലനിൽക്കാൻ സഹായിക്കട്ടെ. പ്രവർത്തകരെ കയ്യിൽ സൂക്ഷിക്കണം.